ആന്ധ്രാപ്രദേശിലെ മലയാളി സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് മലയാളി അസോസിയേഷൻസ് രൂപീകരിച്ച സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കേരളത്തിന് പുറത്ത് കഴിയുന്ന മലയാളികൾ ഒരു കൊടക്കീഴിൽ അണിനിരക്കുക, അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ഒന്നിച്ചു നിൽക്കുക സന്തോഷകരമായ ഒരു സംഗതിയാണ്. ആ കാര്യത്തിൽ ആന്ധ്ര ഇന്ന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കുകയാണ്. ഞാൻ അതിന് ഈ കോൺഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിനെയും ജനറൽ സെക്രട്ടറി ശ്രീ കെ.ആർ. ശശിധരൻ നായരെയും ട്രഷറർ ശ്രീ എം എബ്രഹാമിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വിദേശത്ത് കഴിയുമ്പോഴും കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ കഴിയുമ്പോഴും ജനിച്ച നാടിനെക്കുറിച്ച് ചിന്തിക്കുക, നാടിൻ്റെ ഉയർച്ചയെക്കുറിച്ച്, പുരോഗതിയെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് വ്യാകുലപ്പെടുക എന്നത് എനിക്ക് കേരളത്തിന് പുറത്ത് എവിടെ ചെന്നാലും മലയാളികളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള പ്രതികരണം അതാണ്. അതിൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ച് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുമുള്ള മലയാളികളുടെ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നത്. ജാനുവരി 26 നോർക്കയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി ശ്രീ കെ സി ജോസഫ് ഹൈദരാബാദിൽ വരുന്നു. നിങ്ങളെല്ലാവരുമായി ആശയവിനിമയം നടത്തുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള വെബ്സൈറ്റിൻ്റെ തുടക്കം കുറിക്കുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെക്കുറിച്ച് ശ്രീ ജോസഫ് നിങ്ങളുമായി ചർച്ച ചെയ്യും. മലയാള മിഷൻ്റെ പ്രവർത്തനം ഇന്നിപ്പോൾ കേരളം അന്യ സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിന് ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ അവരെ മലയാളം പഠിപ്പിക്കുക. കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന കുട്ടികൾ മലയാളം പഠിക്കുകയും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പുറത്തേക്ക് പോയിട്ടുള്ള മലയാളി കുടുംബങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് മലയാള മിഷൻ്റെ പ്രവർത്തനം വ്യാപകമാക്കാൻ ആ കാര്യത്തിൽ കലവറയില്ലാത്ത പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.